ഒരാളെ അടിമയായിട്ട് നിൽക്കാനുള്ള ആദില്ല. ഈ പൊതുമുതൽ നന്നാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നന്നായി കാണണം. അതിന് വേണ്ട പണി ഞാൻ എൻ്റെ ജീവൻ പണാൻ പറ്റുന്നതാണ്. പക്ഷികളും മൃഗങ്ങളും ഒരേമാതിരി ജീവിക്കുന്നത് കാണണം. മഴയായാലും വെയിലായാലും ഗോപാലേട്ടന് വിശ്രമമില്ല. ഇത് ഇന്നലെ വെള്ളം വന്നു ഇവിടെ മഴ പെയ്തപ്പോഴേ. അപ്പം പീഡിയക്കാർക്കൊക്കെ ആയിരക്കണക്കിന് ഉറുപ്പിക നഷ്ടമുണ്ട്. അതാണ് നന്നാക്കാൻ കാരണം. ഇപ്പം നല്ല ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം അത് അവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്. ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കുക. അതിൻ്റെ ഉള്ളിൽ പോയി, അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് അതിനുള്ളിൽ പിന്നെ ഈ ബോർഡില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റൽ ബോർഡ്, ആ മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിൽ ഈ ബോർഡ് കുടുങ്ങിക്കിടക്കുക. അപ്പം വെള്ളം അവിടെ നിന്ന് അങ്ങനെയാണ് വെള്ളം ഇവിടെ കയറാൻ കാരണം. പ്ലാസ്റ്റിക്കൊക്കെ നിങ്ങളുടെ ഊരിനുള്ളിൽ ഇട്ടാൽ അതേമാതിരി കുപ്പിച്ചില്. പെരിങ്ങളം അങ്ങാടി ഗോപാലേട്ടന്റെ സ്വന്തം വീടാണ്. നമ്മളിപ്പോൾ ഒരു വീട് വൃത്തിയാക്കൂലേ, അതേപോലെയാണ്. രാവിലെയും വൈകുന്നേരം ഗോപാലേട്ടൻ ചൂലെടുത്ത് വീട് ഇവിടെ ഫുള്ള് അങ്ങാടി ഫുള്ള് വൃത്തിയാക്കും. നല്ല ക്ലീൻ ആയി കിട്ടോ ഗോപാലേട്ടൻ. ആരോടും ഒന്നും ചോദിക്കില്ല ഗോപാലേട്ടൻ. ഗോപാലേട്ടൻ ചിലപ്പോൾ ഒരു സോഡ, പീടികയിലുള്ള വ്യാപാരികൾ എടുത്ത് വന്നിട്ട് ബേക്കറിയിലാണെങ്കിൽ കുറച്ച് മിക്സ്ചർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. ഗോപാലേട്ടന് പൈസയൊന്നും വേണ്ട. ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ലെവലില്ലാത്ത ക്ലീനിങ് ചില സമയത്ത്. രാവിലെ ഒരു ചൂല് വാങ്ങി കൊടുത്താൽ വൈകുന്നേരം 10:30 തരും. അങ്ങനത്തെ ഒരു ക്ലീനിങ്. അത് രാവിലെ എണീക്കുമ്പോൾ മൂപ്പര് ഒന്ന് ഇതാ പരിപാടി എന്ന് പറഞ്ഞാൽ അതെന്നെ ചെയ്തു തീരും. ഇത്ര ഒരു ഏരിയയിൽ പിന്നെ പഞ്ചായത്തിലോ അവരാരോ പണിക്കാരെ വെച്ചാലും കൂടി ഇത്ര ക്ലീൻ ആവില്ല. ഒരു കൂലി ഒന്നുമില്ല. അതിപ്പോൾ ഇവിടെ ചെന്നാൽ പ്രവീണിൻ്റെ അടുത്ത് നീയാണെങ്കിൽ ചായ കുടിച്ചില്ല പറഞ്ഞാൽ പ്രവീണ് 20-30 എടുത്തു കൊടുക്കും, കഴിഞ്ഞു. ഇനി അടുത്ത ഒരാൾ ഇത് വാങ്ങൂല. നിങ്ങളിപ്പോൾ ഒരു 10 രൂപ എടുത്തു കൊടുക്കാണ്ട് അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ വാങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഒരു പ്രത്യേക മനുഷ്യനാണ്. പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, പൊതുമുതൽ സംരക്ഷിക്കപ്പെടണം, അത്രമാത്രമേ ഗോപാലേട്ടനുള്ളൂ. ജാതി മതം രാഷ്ട്രീയം നോക്കിയാൽ സംഭവം നടക്കില്ല, ഒന്നും നടക്കില്ല. ജോം ടിക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാര ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടു നിന്ന് പോവുകയാണ് ഗോപാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ നോട്ടങ്ങൾ പോലും ഒരുപാട് ജീവിതം പറയുന്ന പോലെ. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, പൊതുമുതൽ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു കാറ്റെങ്കിലും നമ്മുടെ പല തദ്ദേശ സ്ഥാപനങ്ങളുടെ മേലൊന്ന് തട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട വെള്ളപ്പൊക്കമൊക്കെ പലതും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ എല്ലായിടത്തും ഉണ്ടാവുകയുമില്ല. അദ്ദേഹത്തെ ആ നാട്ടുകാർ അതുപോലെ സ്നേഹിക്കുന്നുമുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അവരെയൊക്കെയാണ് നമ്മൾ ഈ മനുഷ്യനെ കാണിച്ചു കൊടുക്കേണ്ടത്. തീർച്ചയായും ദിവിഷേ, എന്താ പ്രത്യേക മനുഷ്യൻ. അതായത് അവിടെയുള്ള ആളുകൾ പറയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക മനുഷ്യൻ തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയൊക്കെ അങ്ങനെ തന്നെയാണ്. ആ പെരിങ്ങളം അങ്ങാടി, അതായത് കോഴിക്കോടിൻ്റെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് പെരിങ്ങളം എന്ന് പറയുന്നത്. ആ ഒരു അങ്ങാടിയിൽ നിന്ന് അദ്ദേഹം പോവില്ല എന്നാണ് അറിയുന്നത്. അത് ഉച്ചവരെയൊക്കെ അങ്ങാടിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കടകളിലൊക്കെ വെള്ളം കയറിയതിനെ തുടർന്ന് അദ്ദേഹം വെള്ളം കയറി കടക്കാർക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നറിഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വന്തം റിസ്കിൽ ആ തോട്ടിലിറങ്ങി എന്താണ് ആ തോട്ടിൽ പ്രശ്നം എന്ന് കണ്ട് അത് പരിഹരിച്ച് വെള്ളമൊക്കെ ഒഴുക്കി കടകളിലൊക്കെ കയറിയ ചെളിയും വെള്ളമൊക്കെ മാറ്റിക്കൊടുത്തു. റോഡ് സൈഡിൽ അതുപോലെ കിടക്കുന്ന ചപ്പ് ചവറുകളൊക്കെ നീക്കം ചെയ്ത് ആ പെരിങ്ങളം അങ്ങാടിനെ നീറ്റാക്കുക എന്നുള്ളതാണ് ഈ ഗോപാലേട്ടൻ്റെ ഒരു ദിവസത്തിലുള്ള, അല്ല ഓരോ ദിവസത്തിലെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് വേറെ ഒന്നും പ്രതിഫലമൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അദ്ദേഹത്തിന് കണ്ടറിഞ്ഞ് സമീപത്തുള്ള കടയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ മെമ്പർ നമ്മൾ നേരത്തെ കണ്ടു, അത്തരക്കാരൊക്കെ അദ്ദേഹത്തിന് സോഡ കൊടുക്കും, ബന്ന് കൊടുക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രതിഫലമൊന്നും വേണ്ട, പൈസ വേണ്ട, ഒന്നും വേണ്ട. ഭക്ഷണം ഒരു നേരത്തെ അല്ലേ 2 നേരത്തെ ഭക്ഷണം ഇവർ നൽകുന്നു, അത് മാത്രം മതി അദ്ദേഹത്തിന്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് അവിടുത്തുകാർക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ. പിന്നെ ഉച്ചവരെ അങ്ങനെ ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം കടത്തിണ്ണയിലോ എവിടെയെങ്കിലും കിടന്നുറങ്ങും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്
അമ്മ മരിച്ചു പോയതിനു ശേഷം അച്ഛൻ വിവാഹം കഴിച്ചു. ഇളയമയാണുള്ളത്. അതിൽ 3 സഹോദരിമാരുണ്ട് എന്ന് പറയുന്നു. അതിലൊരു സഹോദരിയുടെ കൂടെയാണ് അമ്മയും ഉണ്ട്, ആ ഇളയമയും ഉണ്ട്. പക്ഷെ അവരുടെ കൂടെയല്ല, അദ്ദേഹത്തിന് ഈ പെരിങ്ങളം അങ്ങാടിയിൽ തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, പക്ഷികളെയും മൃഗങ്ങളെയും പോലെ നമ്മളെപ്പോലെ തന്നെ അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. എല്ലാവരും ഒരുപോലെ ജീവിക്കണം, ജാതിയും മതവും ഒന്നും വേണ്ട, എല്ലാവരും ഒരുപോലെ ജീവിക്കണം, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കണം, എല്ലാത്തിനും ഒരുപോലെ കാണാൻ പഠിക്കണം എന്നൊരു വലിയൊരു സന്ദേശം കൂടി അദ്ദേഹം നമുക്ക് കൈമാറി തരുന്നുണ്ട്. തീർത്തും ഒരു പ്രത്യേക മനുഷ്യൻ തന്നെയാണ് ഇത്. ശരിയാണ്. സത്യത്തിൽ അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുന്ന ആ ആത്മസംതൃപ്തി അറിഞ്ഞ് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയട്ടെ. ആ സ്നേഹം നാട്ടുകാരും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അത് ഇനിയും തുടരട്ടെ. എന്തായാലും അദ്ദേഹത്തിന് കൂടി എല്ലാവിധ ആശംസകളും. ഈ സമയത്ത് പോലും ഇങ്ങനെ ഇറങ്ങി പണിയെടുക്കാൻ കാണിക്കുന്ന മനസ്സിനെ നമ്മൾ സ്തുതിച്ചേ മതിയാകൂ. ശരി നയൻതാര.